ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേർഡ് റൈസ് ആണ്. നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പം ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് കേർഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേർഡ് റൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പുഴുങ്ങലരി ഉപയോഗിക്കാൻ പാടില്ല. ഇനി 1/2 ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് പാല് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തൈരിന്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ പച്ചരി നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. കഴുകി വൃത്തിയാക്കിയ അരി നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചോറ് വേവാനുള്ള വെള്ളം ചേർക്കാം. നമ്മൾക്ക് നന്നായി വെന്ത് കുഴഞ്ഞു കിട്ടണം. അതിനുവേണ്ടി കുറച്ചധികം വെള്ളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരെ നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചോറ് നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി ഈ ചോറ് നമ്മൾക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരിൽ നിന്നും കുറച്ച് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈരിന് നമ്മൾക്കൊരു കണക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ചോറിന്റെ അളവിനനുസരിച്ചിട്ട് കുറച്ച് ലൂസായി വരുന്നത് വരെ നമ്മൾക്ക് തൈര് ചേർക്കേണ്ടി വരും. ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തിളപ്പിച്ച പാല് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേർഡ് റൈസിന് ഒട്ടും പുളി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അതിനുവേണ്ടിയാണ് ഞാനിവിടെ പാല് കൂടി ചേർത്തത്. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ റൈസ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് വേവിച്ചത് കൊണ്ട് ഇപ്പം വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. കേർഡ് റൈസ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുക് താളിച്ചൊഴിക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതെടുത്തിട്ടുണ്ട്. 3 എരിവുള്ള പച്ചമുളകാണ് വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില എടുത്തിട്ടുണ്ട്. 4-5 വറ്റൽ മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കേർഡ് റൈസ് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി കുറച്ച് പോംഗ്രനേറ്റ് കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കടുക് താളിക്കാൻ തുടങ്ങാം. അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എള്ളെണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത്. ഒതന്റിക് ആയിട്ടുള്ള കേർഡ് റൈസ് റെസിപ്പിക്ക് എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ പച്ചമുളക് അരിഞ്ഞതും വറ്റൽമുളക് ചെറുതായി പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ താളിച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നമ്മൾക്ക് ആ എണ്ണയോട് കൂടെ തന്നെ ഈ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊമോഗ്രനേറ്റ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല.
ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേർഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടാൻ പറ്റുന്ന കേർഡ് റൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.